നരേന്ദ്രമോദി മൂന്നാമതും ഭരണത്തിലേറിയ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആഗ്രഹിക്കുന്നത് ഒരു മൂന്നാം ഭരണം തന്നെയാണ്. ഇപ്പോൾ പാർട്ടി നടത്തുന്ന സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വലിയ ക്യാമ്പയിനിങ്ങുകളാണ്, PR ക്യാമ്പയിനിങ്ങൾ. യഥാർത്ഥത്തിൽ ഇതെന്ന് പറയുന്നത് NDA ചെയ്യുന്ന അതേ സ്വഭാവമാണ്. PR ക്യാമ്പയിനിങ്ങളിലൂടെ, പരസ്യങ്ങളിലൂടെ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത്. അതേ ഒരു മാതൃക തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിണറായിയെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? അല്ല, നമ്മളുടെ ഈ പുതിയ കാലം ആവശ്യപ്പെടുന്ന ചില സംവിധാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് വിജയം നേടിയ ഒരാളാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി വിജയിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കോൺഗ്രസും മറ്റ് പാർട്ടികളൊക്കെ. CPM അതൊക്കെ നോക്കി നിൽക്കുക. അപ്പം മൂന്നാം ഊഴം എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നതിന് അവർ മാതൃകയായിട്ടെടുത്തത് നരേന്ദ്രമോദി തന്നെ. അതിൻ്റെ PR വർക്കുകളാണ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നടന്നത്. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാവും എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ PR ക്യാമ്പയിൻ്റെ ഒരു കാലമായിരുന്നു. ഒന്ന് ഈ എന്താണ് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി നിർമ്മിച്ചായിട്ടുള്ള ടൗൺഷിപ്പ്, അത് വലിയ മാതൃകയായി. അതുമായി ചുറ്റിപ്പറ്റി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഇമേജ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ വല്ലാതെ താഴ്ത്തിക്കളഞ്ഞൊരു ഇമേജാണ്. കാരണം കോൺഗ്രസ് അതിനൊന്നും ചെയ്തില്ല. അവർ സ്ഥലം വാങ്ങിച്ചൊരു കല്ലിട്ട് അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് ശരിക്കും ബിലിറ്റിൽ ചെയ്യപ്പെട്ടു. പക്ഷേ അതിൻ്റെ PR വർക്കിൽ ശരിക്കും CPM വൻ വിജയം നേടുകയും ചെയ്തു. കാരണം അത് വെറൊരു PR വർക്കല്ല, ഒരു റിയാലിറ്റിയെ PR വർക്കിലൂടെ പ്രൊജക്റ്റ് ചെയ്ത ആ അഡ്വാൻറ്റേജ് അതിനകത്ത് അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പിണറായി വിജയൻ മോഹൻലാലിനെയും ശശികുമാറിനെയും ഒക്കെ വെച്ച് നടത്തിയ PR വർക്കുകളും ഫലപ്രദമായിരുന്നു. കാരണം അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് നമ്മളെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അത് കാണാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻ്റലക്ച്വൽസിൻ്റെ മേഖലയിലൊക്കെ ശശികുമാറും പിണറായി വിജയനും തമ്മിൽ നടത്തുന്ന ഇൻ്റർവ്യൂ ഒക്കെ അവർ കാണുന്നുണ്ട്. ശരിക്കും അത് അവരെ സ്വാധീനിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് മോഹൻലാലുമായിട്ടുള്ള ഇത് പക്ഷേ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതേ PR വർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി ചെയ്തതല്ലേ? ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ മോഹൻലാലും കൂടി ഇരുന്നു. ഇതേ ഹെഡിങ് തന്നെയായിരുന്നു 20 എന്നാണ്. അപ്പോൾ പിന്നെ ഇപ്പം മാത്രം എന്തിനാണ് കുറ്റപ്പെടുത്തുന്നതിൽ കഥയില്ല. നിലവിലിപ്പം 300ഓളം കോടി രൂപയാണ് PR ക്യാമ്പയിനിങ്ങളിലായിട്ട് ചെലവാക്കിയിരിക്കുന്നത്. കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു അന്നത്തെ സമയത്ത് ഉമ്മൻചാണ്ടി അത്രയും ചെലവാക്കി, ആ സർക്കാർ അത്രയും ചെലവാക്കി എന്നുള്ളത് നമ്മുടെ കയ്യിൽ അത്തരം കണക്കുകളൊന്നുമില്ല. ഇത് ഭയങ്കരമായിട്ട് എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയുടെ ഫുൾ ഫിഗറും തലയും മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഒരു തലവാചകം കൂടി, അതിലൊരു ഫാസിസ്റ്റ് എലിമെൻ്റ് ഇല്ലേ? ഇത് മറ്റ് പാർട്ടികളെ മുഴുവൻ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു തലവാചകമാണത്. LDF അല്ലാതെ മറ്റാരുണ്ട്? നിങ്ങൾ ഒരു പാർട്ടിയുടെ സെക്രട്ടറി ആണെന്ന് വിചാരിക്കുക. നിങ്ങളെങ്ങനെയായിരിക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം? മറ്റ് പാർട്ടികളൊക്കെ നല്ലതാണ് കേട്ടോ, അതുപോലത്തെ ഒരു പാർട്ടിയാണ് എൻ്റെ പാർട്ടിയും എന്ന് പറഞ്ഞിട്ടായിരിക്കുമോ നിങ്ങൾ പ്രവർത്തനം നടത്തണം? ആണോ? അല്ലല്ലേ. എൻ്റെ പാർട്ടിയാണ് ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് പറയാനുള്ള ബാധ്യത പാർട്ടിയുടെ നേതാക്കൾക്കുണ്ട്. പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ അയ്യോ നല്ല മനുഷ്യനാണ് കേട്ടോ, അവരെ ഉപദ്രവിക്കരുത് എന്നായിരിക്കും നിങ്ങൾ പറയണം? അല്ല, അവനെ ശരിപ്പെടുത്തണമെന്ന് പറയും. പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ തകർക്കലെന്ന് പറയുന്നത് പാർട്ടി നേതൃത്വത്തിൻ്റെ ചുമതലയാണ്. നമ്മ ചീത്തയൊക്കെ പറയും, പക്ഷേ പാർട്ടി നേതാവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അയാളുടെ പാർട്ടിയെ സംരക്ഷിക്കലാണ്. അതുപോലെ അയാളുടെ പാർട്ടിയാണ് ഏറ്റവും നല്ലതെന്ന് പറയാനാണ്. അതിൽ ഫാസിസ്റ്റ് എലിമെൻ്റ് എന്ന് പറയുന്നത് എന്താ കഥയിരിക്കുന്നത്? അങ്ങനെയാണ് നമുക്ക് ഒന്നുമായിട്ടും കമ്പാരിസൺ നടത്താൻ പറ്റില്ല, താരതമ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ താരതമ്യം ചെയ്യുന്നത് നമ്മൾ മെച്ചപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്, നമ്മളുടെ അത്ര മെച്ചപ്പെട്ടതല്ല മറ്റുള്ളത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അതാണ് ക്യാമ്പയിൻ. അതിനെയാണ് നമ്മൾ പരസ്യം എന്ന് വിളിക്കുന്നത്. അല്ല, പക്ഷെ നമ്മളൊരു ജനാധിപത്യ അതിലൊരു ജനാധിപത്യമില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, VD സതീശൻ സംസാരിക്കുന്നത് RSSൻ്റെ ഏജൻ്റാണ് പിണറായി വിജയൻ. ആ ഡയലോഗിന് എന്താ പ്രസക്തികൾ? എന്തിനാണ് അയാൾ പ്രയോഗിക്കുന്നത് വെച്ചാൽ അയാളുടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി നടത്തുന്ന
അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ രീതിയാണ്. അതാണ് എല്ലാവരും ചെയ്യണത്. പക്ഷേ വി ഡി സതീശനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ്റെ ഈ തവണ ഇത് ആദ്യം തുറന്നത് 2006 അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ആരാണത് ആദ്യം തുറന്നത്? അല്ല, ഇത് വി ഡി സതീശനെതിരെ ഈ കാര്യം RSS വേദിയിൽ ഇദ്ദേഹം പങ്കെടുത്തു, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ 2006. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രി ആ ഫോട്ടോ കൂടി പങ്കുവെച്ചുകൊണ്ട് വിമർശനം നടത്തുകയാണ്. ഇപ്പോൾ വിമർശിക്കേണ്ട പിന്നെ അവരല്ലേ വിമർശിക്കുന്നത്? നിങ്ങളെന്താണ് അതിൻ്റെ അകത്ത് വലിയ ഭയങ്കരമായിട്ടുള്ള ഫാസിസം കാണുന്നത്? ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ വിമർശിക്കും. അത് ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് പ്രസന്റ് ചെയ്തിട്ടാണ് അല്ലേ? അദ്ദേഹം അവിടെ പോയി വിളക്ക് കൊളുത്തി എന്ത് ചെയ്യാൻ പറ്റും? അതിന് മാറ്റി കളയാൻ പറ്റുമോ? അദ്ദേഹം പറയുമോ ഞാൻ അവിടെ പോയി അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത് കൊളുത്തിയെന്ന് പറയാൻ പറ്റും? ഇല്ല. അദ്ദേഹം പറഞ്ഞത് തന്നെ എന്താണ്? ഞാനവിടെ പോയത് RSS വേദിയിൽ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കാനാണെന്ന്. സംവാദമായിരുന്നു. അല്ല അതിനെന്തിനെ വിളക്ക് കൊളുത്തുന്ന ചോദിക്കൂല ആൾക്കാർ. നിങ്ങൾ സംവാദം നടത്തിക്കോ, അതിന് ഇയാളുടെ മുന്നിൽ ഇയാളുടെ ഫോട്ടോൻ്റെ മുന്നിൽ എന്തിനാ വിളക്ക് കൊളുത്തണം? അതിന് ഉത്തരവില്ല. അപ്പം നമ്മൾ പൊളിറ്റിക്കലായിട്ട് ചിലപ്പോൾ ഡിഫെൻസിലാവും. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഒഫൻസ് എടുക്കും. അത് പൊളിറ്റിക്കൽ കോമ്പാറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. മറിച്ച് കാണുന്നതിൽ ഒരു കഥയുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. സതീശൻ വളരെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുന്നുണ്ട്. പിണറായി വിജയനും നന്നായിട്ട് എതിർക്കുന്നുണ്ട്. രണ്ടുപേരും വളരെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്നതിൻ്റെ പേരിൽ, കട്ടക്ക് എതിർക്കുന്നതിൻ്റെ പേരിൽ അത് ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശനാണ്. അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയത് ഇപ്പം പല മുതിർന്ന IAS ഉദ്യോഗസ്ഥർ അതുപോലെ ചില സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഉന്നയിക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് വീണ്ടും LDF വന്നു കഴിഞ്ഞാൽ അതൊരു ഫാസിസ്റ്റ് പ്രവണതയിലേക്ക്, ജനാധിപത്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവും ചില ഇൻ്റർവ്യൂകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം മനോരമയ്ക്ക് ജോണി ലൂക്കോസിന് കൊടുത്തത് അത്തരത്തിലുള്ള ഇൻ്റർവ്യൂ ആണ്. പക്ഷെ അതിലെ ചില ഭാഗങ്ങൾ കേരള പോലീസ് കത്തയച്ചുകൊണ്ട്, മെറ്റയ്ക്ക് ഫേസ്ബുക്കിനൊക്കെ കത്തയച്ചുകൊണ്ട് നീക്കം ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അതിന്റെ താഴത്ത് അത് അവർ ഇപ്പൊ മനോരമ തന്നെ വിശദീകരിക്കുന്നത് അവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നീക്കം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ തന്ന മറുപടി എന്ന് പറയുന്നത് അതിന്റെ താഴത്ത് വളരെ മോശമായിട്ടുള്ള, മുഖ്യമന്ത്രിയെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ദുർഭരണത്തെ എതിർത്തുകൊണ്ടുള്ള കമന്റുകൾ വ്യാപകമായിട്ടുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അത് നീക്കം ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഇത് തന്നെ ഒരു ഫാസിസ്റ്റ് പ്രവണതയാണ്. ഇതിൻ്റെ അകത്ത് പക്ഷേ പിണറായി വിജയന് ഒരു പങ്കുമില്ല, പിണറായി വിജയന്റെ പോലീസിനും പങ്കില്ല. കാരണം എന്താണ്? അല്ല, കേരള അല്ലല്ലേ പറയട്ടെ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അയാൾ വെറുതെ നടക്കുന്ന ഒരാൾ മാത്രമാണ്. അയാൾക്ക് ഒരു അധികാരമില്ല. മനസ്സിലായി? പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വെക്കുന്നതാണ്. പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിച്ചത്. പിന്നീട് പരാതി കൊടുത്ത സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് പിൻവലിച്ചത്. പക്ഷേ സതീശൻ എന്ത് ചെയ്ത്? ഇത് മുഴുവൻ പിണറായി ചെയ്താണെന്ന് പറഞ്ഞു. പിണറായി മോദിയുടെ അനിയനാണെന്ന് പറഞ്ഞു. അത് എത്രത്തോളം ശരിയാണത്? അങ്ങനെ ക്യാമ്പയിൻ നടത്തണം? ശരിയല്ല. പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് ഇങ്ങനെയാണ്. അപ്പോൾ പിണറായി ചെയ്യുമ്പോൾ മാത്രം നമ്മളത് കുറ്റപ്പെടുത്തിയിട്ട് വരില്ല. പിണറായിക്കും വിജയ് എന്നാണ് സതീശനൊക്കെ ചെയ്യാനുള്ളത് ഒന്ന് തന്നെയാണ്. എതിരാളിയെ താർക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ വി ഡി സതീശനെ നിർവഹിക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിണറായി മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വി ഡി സതീശനും CPMൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. അത് ഈ ക്യാമ്പയിൻ്റെ സ്റ്റാർ പൊസിഷൻ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ്. അപ്പോൾ അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. അതിൽ ഫാസിസം ഒന്നും ആരംഭിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, പക്ഷേ നമ്മൾ മറ്റ് മോശം രീതിയിലുള്ള പ്രവണതകളും യഥാർത്ഥത്തിൽ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വർഗീയതയാണ് ഏറ്റവും വലിയ പ്രചരണ ആയുധമാക്കിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില BJP പ്രവർത്തകർ പോലും അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകർ പോലും ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് BJP തോൽക്കാനിടയുള്ളിടത്തൊക്കെ LDFന് വോട്ട് കുത്തുക എന്ന് പറഞ്ഞാൽ. കാരണം എന്തുകൊണ്ടാണ്? അവരെ ഭയപ്പെടുത്തുന്നത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളായിരിക്കും അല്ലെങ്കിൽ ലീഗായിരിക്കും ഭരണം ഏറ്റെടുക്കുക. മൂരികൾ എന്നടക്കമുള്ള പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഇതാണ് നടത്തുന്നത്. അല്ല, അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മുൻകാലങ്ങളിൽ ഉള്ള അനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനത്തെ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
UDFിലെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള പാർട്ടി, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടി, കോൺഗ്രസിനേക്കാൾ സ്ട്രോങ് ആണ്. അവർ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കലിനാണ് അവരുടെ ഭരണകാലത്ത് അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. അങ്ങനെ വരുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം, മുസ്ലിങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, മുസ്ലിങ്ങൾ എന്ന് പറയുന്നതിലാണ് വർഗീയത വരുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആധിപത്യം അതിൻ്റെ അകത്തുണ്ടാവും. CPM ഭരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? CPMൻ്റെ ആധിപത്യമല്ലേ അല്ലേ? CPMൻ്റെ ആധിപത്യമല്ലല്ലോ, ഒരുപാട് ഘടകകക്ഷികളൊക്കെ ഉണ്ട്. പക്ഷേ CPMൻ്റെ ആധിപത്യമാണ് അവിടെ പ്രകടമാകും. UDFിൻ്റെ കേസിൽ UDFിനെ ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, നടത്തുന്നതും ഒക്കെ മുസ്ലിം ലീഗായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു വകുപ്പ് അവർ ചെയ്തിരുന്ന ഇപ്പോൾ വിദ്യാഭ്യാസം, അവരാണ് ഒരു കാലം, ഒരുപാട് കാലം കൊണ്ട് ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർക്കിഷ്ടമുള്ള രീതിയിൽ കൊണ്ടുനടക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഓഫീസിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ മാത്രം ഉണ്ടാവും. അതല്ലാണ്ട് നമ്മൾ പറയുന്ന ജനാധിപത്യപരമായിട്ട് എല്ലാ ഘടകകക്ഷികളുടെയും കുറച്ച് ആളുകളെയൊക്കെ അവിടെ കൊണ്ടുവരുത്തി ഇത് ഡെമോക്രാറ്റൈസ് ചെയ്യുന്ന പ്രോസസ്സൊന്നും അതിൻ്റെ അകത്തില്ല. അവരുടെ മന്ത്രി, അവരുടെ ജീവനക്കാർ, അവരുടെ ഈ പേഴ്സണൽ അസിസ്റ്റൻസ്, അങ്ങനെ അത് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ ഒരു ലോകമാണത്. ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് നമുക്കറിയാവുന്നൊരു കാര്യം. അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അത് മാറില്ല. അത് മാറാനായിട്ട് ഒരു സാധ്യതയും ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഭരണം അങ്ങനെ പോയി കുറേ കഴിയുന്ന സമയത്ത് ആ ഭരണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള വികാരം ഉണ്ടാവുന്നത് ഇവർ വഴിയായിരിക്കും, കോൺഗ്രസ് വഴിയായിരിക്കും. അതൊക്കെ അവർ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ വോട്ട് അല്ല, അപ്പം ഒരു വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ശരിക്കും അപ്പം UDFിന് വോട്ട് ചെയ്യുമ്പം ഭയപ്പെടണം എന്നാണോ മാഷ് പറയുന്നത്? അല്ല, UDFിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ അവരെന്തിനു ഭയക്കണം? അവരുടെ ഭരണമല്ല വരുന്നത്. ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് മാറി ഔട്ടർ സൈഡിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഫീലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഫീലിംഗാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊതുവേ. അത് മാറ്റണമെങ്കിൽ മുസ്ലിം ലീഗ് തന്നെ വിചാരിക്കണം. മുസ്ലിം ലീഗ് അതിൻ്റെ ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത്. അല്ല, ഞാൻ പറഞ്ഞു അതിൻ്റെ ശ്രമം മുസ്ലിം ലീഗ് തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി വേണ്ട, ഞങ്ങൾക്ക് കൂടുതൽ മന്ത്രിമാരും വേണ്ട. ഇതൊക്കെ എന്താ അവർ പറയാൻ കാരണം? വെറുതെ ഇങ്ങനെ ആകാശത്ത് പൊട്ടി വീഴുന്നതാണ്? അല്ല. കാരണം മുൻപ് 5ാം മന്ത്രി എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച വാദം ആ മുന്നണിയെ തന്നെ പ്രതികൂലമായി ബാധിച്ചു. അതുപോലെ ഉപമുഖ്യമന്ത്രി ലീഗ് വേണം എന്ന് പറഞ്ഞാൽ അതും തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഈ മുന്നണിയെ ബാധിക്കും. അതാണ് പ്രശ്നം. ഇതിൽ ഇത്തരത്തിലുള്ളൊരു പ്രചരണം നടക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു BJPക്കാർ, അല്ലെങ്കിൽ ഇത് ക്യാമ്പയിൻ നടത്തുന്നവരിൽ LDFകാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ഇടതും ഹിന്ദുത്വവും തമ്മിൽ എവിടെയാണ് അപ്പം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഇവർ രണ്ടുപേരും ഒന്നാണോ എന്ന ചോദ്യത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനിങ്ങുകളും പ്രചരണങ്ങളും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അതായത് ഇടതും ഹിന്ദുത്വയും ഒന്നാണോ, ഇടത് ഹിന്ദുത്വം? അല്ല, കുറച്ചു കാലമായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രയോഗം ഈ ഇടതുപക്ഷത്ത് തന്നെ വിമത പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇത് ഇടത് ഹിന്ദുത്വമാണ് എന്ന് പറയുന്നത്. അത് എനിക്ക് വലിയ കഥ തോന്നിയിട്ടില്ല ശരിക്കും പറഞ്ഞു. ഇടത് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഹിന്ദുത്വമുണ്ട്, ഇടത് അതിനൊപ്പം ചേർന്നാൽ അത് ഹിന്ദുത്വമായി മാറാം. അല്ലാണ്ട് ഇടതും ഹിന്ദുത്വം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇടത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയാൻ. ഇടത് ഹിന്ദുത്വത്തിലേക്ക് വേണമെങ്കിൽ പോവാം. നമ്മളിപ്പോൾ കാണുന്നില്ലേ, പലരും BJPയിലേക്ക് പോകുന്നുണ്ടല്ലേ അല്ലേ? ഇപ്പോൾ രാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ BJPയിലേക്ക് പോയി. അതുപോലെ തന്നെ കഴിഞ്ഞ ടൈമിൽ CPIയുടെ MLA ആയിരുന്ന 2 പേര് ശരിക്കും പോയി. അപ്പോൾ അവരൊക്കെ പോകുന്നത് BJPയിലാണ് പോകുന്നത്. അപ്പോൾ ഇടതിൽ നിന്ന് BJPയിലേക്ക് പോവാം, കോൺഗ്രസ് BJPയിലേക്ക് പോകാം, എല്ലാത്തിലേക്കും പോകാം. കേരളത്തിലിപ്പോൾ അങ്ങനെ പ്രത്യേക ഡിമാർക്കേഷൻ ഒന്നുമില്ല. BJP എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇടതിന് പോകാൻ പറ്റാത്തതോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പോകാൻ പറ്റാത്തതോ സ്ഥലമല്ല എന്ന് കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ ഇടതുകാരെ കൂടി തീരുമാനിച്ചു. അവരങ്ങ് പോയി. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കൂടി മിക്സഡ് ആവും. അപ്പോൾ BJP എന്ന് പറയുന്നതിനുള്ള ഒരു അസ്പൃശ്യത ഇല്ലാതാവും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അത് ഇടത് ഹിന്ദുത്വം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഈ ഹിന്ദുത്വത്തിലേക്ക് പോയി അതിനെ നമ്മൾ കോൺഗ്രസ് ഹിന്ദുത്വം എന്ന് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ്സാണ് മുഴുവനും BJPയിലേക്ക് പോയി BJPയെ വളർത്തിയിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഇവിടെയും കുറേയധികം പേര് പോയിട്ടുണ്ട്. അല്ല, ഇത് പക്ഷേ ഈ ഒരു മുസ്ലിം തീവ്രവാദത്തെ
ഉം. ഇല്ലാതാക്കാനായിട്ട് ഉം. വേണമെങ്കിൽ ഹിന്ദുത്വന്റെ കൂടെ വേറെ വേണമെങ്കിൽ ചേരാമെന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, ഈ ഉം, എല്ലാ തീവ്രവാദവും തീവ്രവാദങ്ങളാണ്. അപ്പോൾ മുസ്ലിം തീവ്രവാദമായി കഴിഞ്ഞാൽ ഹിന്ദു തീവ്രവാദമായി കഴിഞ്ഞാൽ അതിനെ ആർക്കും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അംഗീകരിക്കാൻ പാടില്ല മനുഷ്യൻ എന്നാൽ. പക്ഷേ നമുക്ക് നമ്മുടെ പൊളിറ്റീക്സിൻ്റെ പലതരത്തിലുള്ള പോക്കുകൾ കാണുമ്പോഴാണ് ചിലർ എന്താണ് മുസ്ലിം തീവ്രത അംഗീകരിക്കും, ചിലർ ഹിന്ദു തീവ്രത അംഗീകരിക്കും. തീവ്രവാദം മനുഷ്യനെ എതിരാണ്. ശരി.